നമസ്കാരം. പറയാനുണ്ട് തൃശ്ശൂർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് വേലൂർ ഗ്രാമപഞ്ചായത്തിലാണ്. ചരിത്രപരമായി ഒട്ടേറെ സവിശേഷതകളും പ്രത്യേകതകളുമുള്ള ഗ്രാമമാണ് വേലൂര്. മാറുമറയ്ക്കൽ സമരഭൂമി. ആധുനിക കേരളത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക മേഖലയ്ക്ക് ഒട്ടനവധി സംഭാവനകൾ നൽകിയ അർണോസ് പാദ്രിയുടെ സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്ന നാട്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമമായ തയ്യൂർ സ്ഥിതി ചെയ്യുന്ന നാട്. ഇങ്ങനെ നീളുകയാണ് ആ പ്രത്യേകതകൾ. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം താലൂക്കിൽ ചൊവ്വന്നൂർ ബ്ലോക്കിൽ പാത്രക്കടവ് മുതൽ പുലിയന്നൂർ വരെ നീണ്ടുകിടക്കുന്ന 17 വാർഡുകൾ അടങ്ങിയ ഏകദേശം 29 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഗ്രാമപഞ്ചായത്താണ് വേലൂര്. രാഷ്ട്രീയ മുന്നണികൾ പലകുറി മാറി മാറി ഭരിച്ച പഞ്ചായത്ത് കൂടിയാണ് വേലൂര്. ഇക്കഴിഞ്ഞ 2 തവണയായി LDF ആണ് വേലൂരിനെ സംബന്ധിച്ച് ഭരണ നേതൃത്വത്തിലുള്ളത്. എന്തായാലും അത്തരം വികസന കാര്യങ്ങളെക്കുറിച്ചും വേലൂരിൻ്റെ പദ്ധതികളും നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ചർച്ച ചെയ്യുകയാണ് ഇവിടെ. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് വേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ TR ഷോബി, ഒപ്പം കോൺഗ്രസ് അംഗം കൂടിയായ സ്വപ്ന രാമചന്ദ്രൻ, അതുപോലെ തന്നെ BJP അംഗമായ രേഷ്മ സുധീഷ് എന്നിവരാണ്. എന്തായാലും നമുക്ക് ആദ്യം പ്രസിഡന്റിലേക്ക് തന്നെ പോകാം. പ്രസിഡന്റ്, എങ്ങനെയാണ് ഇപ്പോൾ വേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നിലവിലെ ഒരു ഭരണ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഒരു നിലവിലെ അവസ്ഥ എന്തൊക്കെയാണ്? വേലൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമീണ പശ്ചാത്തലമുള്ളൊരു പഞ്ചായത്താണ്. ഒരു നഗരവൽക്കരണം സാധ്യമാക്കുക എന്നുള്ള രീതിയിലാണ് പഞ്ചായത്ത് ഭരണസമിതി അതിനുവേണ്ട പദ്ധതികൾ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത്. വളരെ പരിമിതമായ സ്ഥല സൗകര്യമുള്ള പഞ്ചായത്ത് കെട്ടിടം ഇന്ന് വലിയ ആധുനിക സംവിധാനത്തിലേക്ക് ഈ മാർച്ചോടുകൂടി പൂർത്തീകരിച്ച് ഏപ്രിലിൽ ഞങ്ങൾ അതിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. മറ്റൊന്ന്, ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ അത്തരമൊരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഡ്സ് റീഹബിലിറ്റേഷൻ സെൻറ്റർ തളിർ എന്ന നാമകരണത്തിൽ നമ്മൾ വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പിൻവശത്തായി 30 സെൻറ്റിൽ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. ഏകദേശം 60 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് 20 ലക്ഷം രൂപ MLA ഫണ്ടും പഞ്ചായത്തിൻ്റെ ഫണ്ടുകളും ഉപയോഗിച്ചാണ് ആ കെട്ടിടം സാധ്യമാക്കിയിരിക്കുന്നത്. 30ഓളം കുട്ടികൾ ഇന്ന് അവിടെ അതിൻ്റെ അധ്യയനത്തിനായിട്ട് വരുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബഡ്സ് സെൻ്ററാണ്. കുട്ടികളുടെ കലാകായിക ശേഷികളെ വികസിപ്പിക്കുക, അവർക്ക് വേണ്ട ഫിസിയോതെറാപ്പികൾ നൽകുക, അതുപോലെ തന്നെ അവർക്ക് തൊഴിൽ പരിശീലനം നൽകിക്കൊണ്ട് അവർക്കൊരു വരുമാനം സാധ്യമാക്കുക എന്നുള്ള രീതിയിൽ ആ കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒട്ടേറെ കുട്ടികൾ, പ്രതിഭാധനരായ വൈദേഹിയെ പോലുള്ള കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാനും പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലീഗൽ ഗാർഡിയൻഷിപ്പ് പഞ്ചായത്തായി പ്രഖ്യാപിച്ചൊരു പഞ്ചായത്താണ് വേലൂർ. എല്ലാ 18 വയസ്സ് കഴിഞ്ഞ ഭിന്നശേഷിക്കാർക്കും നമ്മൾ തൊഴിലുറപ്പിൻ്റെ തൊഴിൽ കാർഡ് ഇവിടെ സാധ്യമാക്കിയിരിക്കുന്നു. നമ്മുടെ ആരോഗ്യ മേഖല വളരെ വിപുലമായ രീതിയിലാണ് വേലൂരിലെ ആദ്യത്തെ ഹെൽത്ത് ഹോസ്പിറ്റലാണ്. നമുക്ക് 4ഓളം ഡോക്ടേഴ്സ് ഉണ്ട്. അതിനുള്ള അനുബന്ധ സംവിധാനങ്ങൾ, ലാബും ECGയും കാഷ്വാലിറ്റിയും ഒക്കെയുള്ള അനുബന്ധ സംവിധാനങ്ങൾ നമ്മുടെ ഒരുക്കിയിട്ടുണ്ട്. പണ്ട് വളരെ കുറച്ച് ആളുകൾ വന്നിരുന്നു. ഇപ്പോൾ ഏകദേശം 300-400 ഇടയിലുള്ള OP അവിടെ നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പാലിയേറ്റീവ് മേഖലയിലും വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ വാർഡിലും ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ ഒരുക്കിക്കൊണ്ട് പാലിയേറ്റീവ് രോഗികൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ നമ്മൾ വാർഡ് തലത്തിൽ തന്നെ ക്രമീകരിച്ച് നൽകുന്ന പ്രവർത്തനങ്ങളുണ്ട്. ആശുപത്രിയുടെ മുകൾ ഭാഗത്ത് നമുക്ക് വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു ജിംനേഷ്യം സാധ്യമാക്കിയിരിക്കുന്നു. നല്ല രീതിയിൽ ജിംനേഷ്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സബ് സെൻ്ററുകൾ ആണ് നിലവിലുണ്ടായിരുന്നത്. ആ സബ് സെൻ്ററുകളെയൊക്കെ ഉയർത്തിക്കൊണ്ട് വെൽനസ് സെൻ്ററുകളാക്കി മാറ്റാനും അവിടെ സ്ഥിരം ഒരു ആരോഗ്യ പ്രവർത്തകനെ വെച്ചുകൊണ്ട് ആളുകളുടെ ആരോഗ്യ കാര്യങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾ നൽകാനും സാധ്യമാകുമെങ്കിൽ അവിടെ ഡോക്ടേഴ്സ് ഇല്ലാത്തൊരു സമയത്ത് ടെലികമ്മ്യൂണിക്കേഷൻ രീതിയിൽ ഡോക്ടറുടെ സേവനം സാധ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു നമ്മൾ ലൈഫ് പദ്ധതിയിൽ ഒട്ടേറെ ആളുകൾക്ക് വീട് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വർഷത്തോടു കൂടി എല്ലാ എഗ്രിമെൻ്റ് വെച്ച മുഴുവൻ ആളുകൾക്കും പണം കൊടുക്കുന്ന വീട് സാധ്യമാക്കുന്ന രീതിയിലേക്ക് സമ്പൂർണ്ണമായി വീട് നൽകുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജലസേചന മേഖലയിൽ കിടായി ഡാം നമ്മുടെ വേലൂർ പഞ്ചായത്തിലാണുള്ളത്. വർഷങ്ങളായി അതിലേക്ക് വിവിധ പദ്ധതികളൊക്കെ കൊണ്ടുവന്നെങ്കിലും ഇപ്പോഴാണ് ബഹുമാനപ്പെട്ട MLAയുടെ 3 കോടി രൂപ വെച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തിൽ തന്നെ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. എഡ്യൂക്കേഷൻ മേഖലയിൽ നമ്മുടെ സ്കൂളുകളൊക്കെ തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി എല്ലാം ഉന്നത നിലവാരത്തിലുള്ള ക്ലാസ് മുറികളും പഠന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ തയ്യൂർ ഗവൺമെൻറ് സ്കൂളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളൊരു പ്രീ പ്രൈമറി നമ്മളവിടെ സാധ്യമാക്കി അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 വിദ്യാലയങ്ങളാണ് ഈ പഞ്ചായത്തിൽ ഗവൺമെൻറ് ഏറ്റെടുത്ത വിദ്യാലയങ്ങളുള്ളത്.
കിലാലൂർ സ്കൂൾ അതുപോലെ തന്നെ സെൻറ്റ് തോമസ് പുലിയന്നൂർ സ്കൂളും ഗവൺമെൻറ് ഏറ്റെടുക്കുകയും നല്ല കെട്ടിടങ്ങളും ഒക്കെ അവിടെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു നാഗരികതയിലേക്ക് കടക്കുന്ന രീതിയിലേക്ക്, നഗരവൽക്കരണം സാധ്യമാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ എല്ലാ സംവിധാനങ്ങളെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശ്മശാനം നമുക്ക് ഉണ്ടായിരുന്നില്ല, ഇവിടെ ആളുകളെ കുഴിച്ചിടുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി നമുക്ക് ആധുനിക സംവിധാനത്തിലുള്ള ശ്മശാനം ഇപ്പോൾ അവിടെ സാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ സാധിക്കും. അത്തരത്തിൽ പലപ്പോഴും ആളുകൾക്ക് അകലേക്ക് പോകുന്ന വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്നതൊക്കെ ഇവിടെ തന്നെ നമുക്ക് ഒരുക്കാവുന്ന രീതിയിലാണ് നമ്മൾ പദ്ധതികളെ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു കേന്ദ്രം നമ്മൾ ഈ വർഷത്തിൽ ഒരു 10 ലക്ഷം രൂപ വെച്ച് അതിൻ്റെ അടിസ്ഥാനം ഇട്ടു. ഇനി അത് ഈ വർഷം തന്നെ പൂർത്തീകരിച്ച് ഈ ഭരണസമിതി പോകുന്നതിന് മുൻപ് തന്നെ വയോജനങ്ങൾക്കുള്ള അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു കെട്ടിടവും അവർക്ക് വേണ്ട മെഡിക്കൽ മറ്റേ ക്യാമ്പുകളും ഒക്കെ നടത്തുന്നുള്ള ഒരു കേന്ദ്രമാക്കി അത് ഉയർത്തിക്കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു വളരെ നല്ല ഒരു സ്ത്രീ നമുക്കൊരു 8.5 സെൻറ്റ് സ്ഥലം സൗജന്യമായി തന്നു. ആ സ്ഥലത്താണ് നമ്മൾ ഈ കെട്ടിടം നമ്മൾ പൂർത്തീകരിക്കുന്നത്. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള വയോജനോത്സവവും അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള ഭിന്നശേഷി കലോത്സവവും അതുപോലെ തന്നെ ബാലകലോത്സവവും ഒക്കെ തന്നെ നമ്മൾ വനിതകൾക്കും വയോജനങ്ങൾക്കും ഒക്കെയുള്ള കലോത്സവങ്ങൾ അവർക്ക് തനതായി അവരുടെ കഴിവുകളൊക്കെ പ്രദർശിപ്പിക്കാനുള്ളൊരു സംവിധാനം നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ അവർക്ക് ആവശ്യമായ ക്യാമ്പുകളിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും ആവശ്യമായ ഉപകരണങ്ങൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നതാണ് സമ്പൂർണ്ണമായിട്ട്. അതുപോലെ തന്നെ സ്കോളർഷിപ്പ് നമ്മൾ നൽകുന്നുണ്ട്. SC മേഖലയിലുള്ള കോളനി അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് കോളനി എന്ന് പറയാൻ പറ്റില്ല, അത്തരം സങ്കേതങ്ങളിലൊക്കെ തന്നെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഇപ്പോൾ അംബേദ്കർ പദ്ധതി എന്നുള്ള രീതിയിൽ കൊണ്ട് അംബേദ്കർ ഗ്രാമം 1 കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്ഥലപരിമിതമായ അത്തരം സങ്കേതങ്ങളിൽ കമ്മ്യൂണിറ്റി ഹാള് നമ്മളിപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനം വളരെ കാര്യക്ഷമമായി നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ട MCFകൾ ഒക്കെ നമ്മൾ പ്രാവർത്തികമാക്കിയിരിക്കുന്നു. ആളുകൾ മാലിന്യം വലിച്ചെറിയാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ക്യാമറകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത്, റോഡ് വികസനത്തിൽ, കുടിവെള്ളം, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ വിവിധ ഓഫീസുകളുടെ ആധുനികവൽക്കരണം, ഭിന്നശേഷിക്കാരുടെ പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ വളരെ നല്ല രീതിയിൽ നമ്മൾ ഇവിടെ ഈ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഈ ഭരണസമിതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ ഭരണസമിതി വന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ടേം 5 വർഷം പൂർത്തീകരിച്ചു. ഈ വർഷത്തിൽ ഈ ടേം 4 വർഷം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്നതിന് മുൻപ് തന്നെ ഇതിലുള്ള എല്ലാ തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു പഞ്ചായത്തായി നല്ല രീതിയിൽ സേവനം നൽകുന്ന മികച്ച സേവനങ്ങൾ നൽകുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ഉയർന്നു വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രസിഡന്റ് എന്ന നിലയിൽ പഞ്ചായത്തിൻ്റെ നേട്ടങ്ങളും വികസന സ്വപ്നങ്ങളും വികസന പ്രവർത്തനങ്ങളും വിലയിരുത്തുകയുണ്ടായി. ഒപ്പം തന്നെ ഏതൊരു ജനാധിപത്യ സംവിധാനത്തിലും പ്രതിപക്ഷത്തിന് തുല്യ അവകാശമാണുള്ളത്. പ്രതിപക്ഷത്തിന് തങ്ങളുടേതായ അഭിപ്രായങ്ങളും അത് ഭരണപക്ഷത്തോട് യോജിപ്പും വിയോജിപ്പും ഒരേ സമയത്ത് ജനകീയമായി നിന്ന് ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കാനുണ്ടാവും. അപ്പം എന്തായാലും പ്രസിഡൻറ്റിൻ്റെ വാക്കുകൾക്കപ്പുറം കോൺഗ്രസിൻ്റെ പ്രതിനിധിയായ സ്വപ്ന രാമചന്ദ്രനിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പഞ്ചായത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന് ഇരിക്കുന്ന ഒരു സീനിയർ അംഗം കൂടിയാണ്, എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ഈ പഞ്ചായത്തിൻ്റെ നേട്ടങ്ങളെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത്? വേലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത് 9ാമത്തെ വർഷമാണ് തുടർച്ചയായി LDF ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 9 വർഷം വികസനം പിന്നോട്ട് നയിച്ച ഒരു കാലം ആണെന്ന് നമുക്ക് ഈ വേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഏതൊരു ആൾക്കും മനസ്സിലാകാവുന്ന ഒരു കാര്യമാണ്. വേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ റോഡുകളും തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണെന്ന് നമുക്കൊക്കെ അറിയാം. 1-2 റോഡുകൾ നന്നായതുകൊണ്ട് കാര്യമില്ല. വേലൂർ ഗ്രാമപഞ്ചായത്ത് നികുതി പിരിക്കുന്ന കാര്യത്തിൽ 100% പിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. സാധാരണക്കാരിൽ നിന്ന് ഹരിതകർമ്മ സേനയുടെ ആണെങ്കിലും ഏത് പൈസ കിട്ടാനാണെങ്കിൽ അത് മുഴുവൻ കുത്തിപ്പിഴിഞ്ഞു വാങ്ങാൻ യാതൊരു മടിയില്ലാത്ത ഈ പഞ്ചായത്ത് ജനങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കേണ്ട സേവനങ്ങളിൽ കൃത്യമായിട്ട് ആ ഒരു ജാഗ്രത കാണിക്കാത്ത ഒരു പഞ്ചായത്താണ്. ഞങ്ങൾ എപ്പോഴും ആ ഒരു കാര്യത്തിലാണ് തർക്കമുണ്ടാക്കുന്നത്. എപ്പോഴും നമുക്ക് ഹരിതകർമ്മസേനയുടെ ആദ്യത്തെ കാര്യം തന്നെ എടുക്കാം. 50 രൂപ ഫീസ് വാങ്ങിയിട്ടാണ് നമുക്കറിയാം ഗവൺമെൻറ്. പക്ഷേ ഞങ്ങൾ പഞ്ചായത്തിൽ അതിനൊരു വിയോജനക്കുറിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണക്കാരായ BPL ആയിട്ടുള്ള ഒരുപാട് ആളുകൾ താമസിക്കുന്ന നിത്യവൃത്തിക്ക് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു ആളുകളുള്ള ഒരു പഞ്ചായത്താണ്. സാധാരണ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഗ്രാമീണരുള്ള ഒരു പഞ്ചായത്താണ്. ആ ഒരു പഞ്ചായത്തിൽ അത്രയും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാകുമ്പോൾ അവരിൽ നിന്ന് പകുതി പൈസ വാങ്ങണം. അതിനൊരു പഞ്ചായത്ത് തീരുമാനിച്ചു കഴിഞ്ഞ് അതിവിടെ നടപ്പിലാക്കാൻ സാധാരണക്കാരെ ചേർത്ത് പിടിക്കാൻ ഈ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. പിന്നെ
ജൽജീവൻ മിഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയപ്പോൾ ഈ ഭാഗത്തെ മുഴുവൻ റോഡുകളും നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ, ആർക്കും സഞ്ചരിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നതാണ്, മുഴുവൻ തകർന്നു കിടക്കുക. തണ്ടൽ വേദന എടുക്കാതെ ഒരാൾക്ക് ഈ റോട്ടിൽ കൂടെ പോയിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ കുഴമ്പിട്ട് ഒഴിയേണ്ട ഒരു അവസ്ഥയിലാണ് വേലൂർ ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ. അത് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് എഗ്രിമെൻറ്റ് വെച്ചിട്ടാണെങ്കിൽ അവരെ കൊണ്ട് അത് കൃത്യമായിട്ട് ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിനാണ്. അത് ചെയ്യിക്കാനായിട്ട് സാധിച്ചില്ല. ഒരു വർഷമായിട്ട് പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകളിലൂടെ തന്നെയാണ് ജൽജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ പൈപ്പുകൾ പൊട്ടിയിട്ടാണെങ്കിലും വെള്ളം കറക്റ്റായിട്ട് ഇപ്പോഴും ലക്ഷക്കണക്കിന് രൂപ എല്ലാ വർഷവും കുടിവെള്ളം ടാങ്കർ ലോറിൽ എത്തിക്കേണ്ട ഒരു പഞ്ചായത്തായിട്ട് വേലൂർ ഗ്രാമപഞ്ചായത്ത് മാറിയിരിക്കുക. അതിന് ബദൽ സംവിധാനം ഒരുക്കാനായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ പഞ്ചായത്ത് ലക്ഷക്കണക്കിന് രൂപ ടാങ്കർ ലോറിൽ വെള്ളം അടിക്കാൻ ചിലവാക്കുമ്പോൾ മറ്റുള്ള അത് അനുബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ലക്ഷക്കണക്കിന് പൈസ ദൂർത്തടിക്കുന്ന ഒരു പഞ്ചായത്താണ്. അതുപോലെ തന്നെ നമുക്കറിയാം വേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കെട്ടിടം വലിയ ആഘോഷമായിട്ട് പഞ്ചായത്തിൻ്റെ MLA ഫണ്ടിൽ നിന്ന് വലിയ പഞ്ചായത്തിന് ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞ് പഞ്ചായത്ത് പൊളിച്ചിട്ടപ്പോൾ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് പഞ്ചായത്തിൻ്റെ ബിൽഡിംഗ് പൊളിച്ചിട്ട് ഇന്നിപ്പോൾ ഈ 4 വർഷമായി പഞ്ചായത്ത് ഭരണസമിതി പൂർത്തീകരിച്ചിട്ട്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ പണികൾ പൂർത്തിയാക്കിയിട്ടില്ല. അതവിടെ കിടക്കട്ടെ. പക്ഷേ 95 ലക്ഷം രൂപയാണ് MLA ഫണ്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്കിയെല്ലാം പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടിൽ നിന്നും നോൺ പ്ലാൻ ഫണ്ടിൽ നിന്നും ഒക്കെ എടുത്തിട്ട് ചിലവാക്കുമ്പോൾ പഞ്ചായത്തിന് ചെയ്യേണ്ട കുറേ വികസനങ്ങൾ ഉണ്ട്. അംഗൻവാടി ഉൾപ്പെടെ പഞ്ചായത്തിൻ്റെ ആസ്തികൾ ശക്തിപ്പെടുത്തേണ്ട പല പദ്ധതികളും ഇവിടെ അവതാളത്തിലാവുന്നത് നമുക്ക് കാണാൻ കാഴ്ചയാണ്. അതുപോലെ തന്നെയാണ് പഞ്ചായത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമായിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇവിടുത്തെ MLAയോടൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്നതാണ് കിടായിപ്പാടം പദ്ധതി. 2 തവണയൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ ബോർഡൊക്കെ വെച്ച് 2 പ്രാവശ്യം ഒക്കെ ആയിട്ട് ഇപ്പോഴും അതിലേക്ക് ആവശ്യമായിട്ടുള്ള വഴി, അതിൻ്റെ ഉള്ളിലേക്ക് ഹെലികോപ്റ്ററിൽ വന്നിട്ട് ഇറങ്ങിയിട്ട് ആൾക്കാർക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. ഇപ്പോഴും അതിൻ്റെ വഴി പൂർത്തിയാക്കിയിട്ട് അവിടെ നിന്നൊരു പദ്ധതി പൂർത്തിയാക്കാനായിട്ട് അത് ചെയ്യാനായിട്ട് ഇപ്പോഴും സാധിക്കും. അപ്പോൾ പ്രഹസനം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ശ്മശാനം, ഞാൻ 2005 മെമ്പറായിരിക്കുന്ന കാലത്ത് അന്ന് TK നമ്പീശനായിരുന്നു. അന്ന് തൊട്ടിട്ട് ഈ ശ്മശാനത്തിൻ്റെ കാര്യങ്ങളായിട്ട് അപ്പോൾ 20 വർഷം 19 വർഷം കഴിഞ്ഞ് 20ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഇപ്പോഴും ശ്മശാനം എന്നുള്ളത് ഒരു ദിവാസ്വപ്നമായിട്ടാണ് ഈ വേലൂർ ഗ്രാമപഞ്ചായത്തിലെ ആളുകൾക്ക് കാണാൻ കഴിയുന്നത് എന്ന് നിങ്ങൾക്ക് ആർക്കും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഇവിടെ കോൺഗ്രസ് അറിയാലോ, ഓരോ കാലഘട്ടത്തിലും 5 വർഷം ഓരോ ഭരണസമിതികളും മാറി വരും, അല്ലെങ്കിൽ സർക്കാരുകൾ മാറി വരും. നമുക്കറിയാം ഫണ്ട് ഉണ്ടായിരുന്നേക്കാൾ ഫണ്ടുകൾ ഓരോ പ്രാവശ്യം ഓരോ വർഷവും 20%, 15% വെച്ച് ഓരോ വർഷവും നമുക്ക് കൂടുതലാണ് ഓരോ പഞ്ചായത്തിലേക്കും കിട്ടുന്നതെന്ന് ഏതൊരാൾക്കും അറിയാവുന്നത്. അതിനനുസരിച്ചുള്ള വികസനങ്ങളൊക്കെ എല്ലാ പഞ്ചായത്തുകളും അതിനനുസരിച്ച് പദ്ധതികൾ തയ്യാറാക്കും. അതിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ ഈ പഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്തായിട്ട് 2014-13 കാലഘട്ടത്തിലെ തീരുമാനിച്ചിട്ട് അംഗീകരിച്ചിട്ടുള്ള ഒരു പഞ്ചായത്തായിരുന്നു വേലൂർ ഗ്രാമപഞ്ചായത്ത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ കിടപിടിച്ചുകൊണ്ടാണ് അത് അടുത്ത് വരുന്ന ഭരണസമിതികളൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയാലോ. അതിൻ്റെ ഭാഗമായിട്ട് തളിർ എന്ന് പറയുന്ന പദ്ധതി ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട്. ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ച ആ ഒരു പദ്ധതി തുടർന്നും അടുത്ത ഭരണസമിതി ചെയ്തു എന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നമുക്കറിയാം ഹോസ്പിറ്റൽ, നിങ്ങൾ ഇപ്പോഴല്ല ഈ ഹോസ്പിറ്റൽ, വളരെ കാലമായിട്ട്. അതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ അഭിമാനത്തോടു കൂടി പറയും, എന്നെ ആ ഹോസ്പിറ്റലാണ് എൻ്റെ അമ്മ പ്രസവിച്ചത്. ആ പ്രസവം പോലും ഉണ്ടായിരുന്ന ഹോസ്പിറ്റൽ ഇപ്പോഴും അതിനുള്ള സൗകര്യങ്ങൾ ഇപ്പോഴും വലിയ രീതിയിൽ അന്ന് കാലത്ത് എനിക്കിപ്പോൾ വയസ്സ് എനിക്ക് ഞാൻ 20 വർഷമായിട്ട് പഞ്ചായത്ത് മെമ്പർ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കാലഘട്ടം ആലോചിക്കുകയാണെങ്കിൽ അന്ന് കാലത്ത് എന്നെ ഡെലിവറി എൻ്റെ അമ്മ അവിടെയാണ് ചെയ്തിട്ടത്. അപ്പോൾ അത്രയും പഴക്കമുള്ള അത്രയും സൗകര്യങ്ങൾ അന്ന് കാലത്ത് ഉണ്ടായിരുന്ന ഹോസ്പിറ്റൽ ഇന്നും അതേ സൗകര്യങ്ങളുടെ കുറച്ച് ആധുനിക സൗകര്യങ്ങൾ കൊണ്ടുവന്നതല്ലാതെ വേറെ വലിയ മാറ്റങ്ങളൊന്നും ചെയ്യാനായിട്ട് നമ്മുടെ പഞ്ചായത്തിന് കിടപ്പ് ചികിത്സയോ അല്ലെങ്കിൽ ഒരു രാത്രി രോഗികൾക്ക് വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റുന്ന ഇപ്പോഴാണ് 6 മണി വരെ മാത്രം ആയിട്ടുള്ളൂ. ഇപ്പോഴും അവിടെ ആവശ്യമായിട്ടുള്ള ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളില്ലാത്ത അവസ്ഥയൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതി ഇപ്പോഴും എഗ്രിമെൻ്റ് വെച്ച ആളുകൾക്ക് പൈസ കൊടുക്കാനായിട്ട് ഈ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ പറയുന്നതല്ല, ഈ പഞ്ചായത്തിലെ എഗ്രിമെൻറ്റ് വെച്ചിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് വിഒൻ്റെ അവിടുത്തെ നിന്ന് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മുഴുവൻ പൈസ കൊടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കാനായിട്ട് ഈ പഞ്ചായത്തിന് പറ്റിയിട്ടില്ല. അപ്പോൾ ലൈഫ് എന്ന് പറയുന്ന വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഇതിനു മുൻപും നമ്മളൊക്കെ വീടുകളൊക്കെ ഈ പഞ്ചായത്തിൽ വീടുകളൊക്കെ കൊടുത്തിരുന്നു.
നമ്മൾ ഇന്ദിരാ ആവാസ് യോജനയുടെ പേരിൽ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട്, പ്ലാൻ ഫണ്ടുകളൊക്കെ വരുമ്പോൾ അതിൽ നിന്നൊക്കെ വീടുകൾ കൊടുത്തിരുന്നു. അത് ഒരു പ്രത്യേക ഒരു വലിയ പദ്ധതിയായിട്ട് കൊട്ടിഘോഷിക്കുമ്പോൾ അതിലൊക്കെ വലിയ അർത്ഥമൊന്നുമില്ല. നമ്മൾ ജനങ്ങൾക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അത് അതിൻ്റെ ഓർഡറിൽ പേരുമാറ്റി ചെയ്യുന്നു എന്നതിലപ്പുറം വലിയ കാര്യങ്ങളൊന്നും ഈ പഞ്ചായത്ത് ഇതുവരെ ചെയ്തിട്ടില്ല. തീർച്ചയായും കോൺഗ്രസ് സംഘത്തിൻ്റെ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വിലയിരുത്തലാണല്ലോ. എന്താ ഇനിയിപ്പം നമുക്കറിയാം, ഇപ്പോൾ രാജ്യത്തും അല്ലെങ്കിൽ കേരളത്തിൽ പൊതുവെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി BJPയുടെ ഒരു മുന്നേറ്റം സാധ്യമാണ്. അത് വസ്തുതാപരമാണ്, അത് അംഗീകരിച്ചേ കഴിയൂ. അതുപോലെ തന്നെയാണ് ഓരോ പഞ്ചായത്തിലും പ്രതിനിധികളുടെ എണ്ണം കൂടുന്നു കുറയുന്നു, അത് മാറി മാറി വരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ കാലം നിന്നും വിഭിന്നമായി BJPയുടെ പ്രതിനിധികൾ ഓരോ പഞ്ചായത്തുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വേലൂർ പഞ്ചായത്തിലെ BJPയുടെ അംഗമാണ് നമുക്കിപ്പോൾ ഉള്ളത്. രേഷ്മ സുധീഷാണ്. രേഷ്മ, എങ്ങനെയാണ് നിലവിൽ പഞ്ചായത്തിൻ്റെ ഒരു? വേലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ആസൂത്രണം ചെയ്യുകയോ അത് നടപ്പിലാക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് പഞ്ചായത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് വൈദ്യുതി, കുടിവെള്ളം, റോഡ് നിർമ്മാണം എന്നിവയാണ്. ഇവിടെ വൈദ്യുതി തന്നെ എടുക്കുകയാണെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഒരു 4 വർഷത്തോളമായി ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഞാൻ മെമ്പറായിട്ട് വന്നിട്ട് ഒരു 4 വർഷക്കാലമായിട്ട് ആകെ ഒരു വട്ടമാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ, സ്ട്രീറ്റ് മെയിൻ വലിച്ച് പുതിയത് വന്നിട്ടുള്ളത്. അത് ഒരു 120 മീറ്ററിൽ കൂടുതൽ വന്നിട്ടില്ല. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പോക്കറ്റ് റോഡുകൾ, ഗ്രാമീണമായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഒരുപാട് പോക്കറ്റ് റോഡുകളുണ്ട്. അവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ പുതിയത് വരണില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട കാര്യമാണ്. കാരണം അവർക്ക് രാത്രി കാലങ്ങളിൽ നടക്കാനോ കുട്ടികൾക്ക് നടക്കാനോ എവിടേക്കെങ്കിലും പോയി വരാനോ സാധ്യമല്ല. ഇവിടെ പട്ടി ശല്യം, കുറുക്കൻ്റെ ശല്യം, പന്നി ശല്യം തുടങ്ങി ജനങ്ങൾക്ക് സന്ധ്യ ആകുമ്പോൾ നടക്കാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റുകളില്ല. അതുപോലെ ഉള്ള സമയത്ത് ഞാനിപ്പോൾ ഒരു 4 വർഷമായിട്ട് കയറിയിട്ട് ആദ്യത്തെ വർഷത്തിൽ ഒരു 7 മാസത്തിന് ശേഷമാണ് സ്ട്രീറ്റ് ലൈറ്റ് ആദ്യം ഈ വേലൂർ പഞ്ചായത്തിൽ മാറ്റുന്നത്. അപ്പം അതുവരെ ജനങ്ങൾ ഇരുട്ടിൽ തന്നെയായിരുന്നു. അതിനുശേഷം 2 മാസം കൂടുമ്പോൾ, 4 മാസം കൂടുമ്പോൾ, 5 മാസം കൂടുമ്പോൾ ഒരു 8-10 സ്ട്രീറ്റ് ലൈറ്റ് പോയാൽ മാറ്റി കൊടുക്കേണ്ട ഒരവസ്ഥയിൽ നിന്ന് ഒരു 60 അല്ലെങ്കിൽ 55 സ്ട്രീറ്റ് ലൈറ്റ് ആയി കഴിഞ്ഞാലാണ് മാറ്റിക്കൊടുക്കാൻ ഇവിടുന്ന് വരണത്. ഈ അവസാന കാലഘട്ടമായിട്ടാണ് ഒരു 2-3 പ്രാവശ്യം അടുപ്പിച്ച് നമ്മളൊന്ന് കാണുന്നത് തന്നെ. എത്രയും ഒരു 4 വർഷക്കാലം ജനങ്ങളുടെ ഇടയിൽ ഇരുട്ട് മാത്രം കൊണ്ടു നടന്നൊരു ഗ്രാമപഞ്ചായത്ത് എന്ന് വേണം പറയാൻ. അടുത്തത് പറയുകയാണെങ്കിൽ റോഡുകൾ എൻ്റെ വാർഡ് എന്ന് പറയണത് കിരാലൂര് എന്ന് പറയും. ചുങ്കം മുണ്ടൂർ റോഡ് ഭയങ്കര ശോചനീയാവസ്ഥയാണ്. നമുക്കത് നടക്കാനോ മഴക്കാലങ്ങളിൽ പോവാനോ ഒന്നും സാധിക്കില്ല. ഇവിടെ ഒരു 3 കോടിയുടെ പദ്ധതി പ്രകാരം റോഡ് റീടാറിങ്ങിന് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. ഒരു 4 വർഷക്കാലം കഴിഞ്ഞിട്ടും അത് പൂർത്തിയായിട്ടില്ല. എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണ്, എൻ്റെ വാർഡിൽ 2 വർഷക്കാലമായിട്ട് ടെൻഡർ കഴിഞ്ഞ റോഡുകളുണ്ട്, റീടെൻഡർ കഴിഞ്ഞ റോഡുകളുണ്ട്, പുതിയ ടാറിങ്ങിൻ്റെ റോഡുകളുണ്ട്. ഇതുവരെയും ആ ഒരു റോഡ് നിർമ്മാണം, ഇപ്പം എൻ്റെ വാർഡ് മാത്രമല്ല ഒരു 4-5 വാർഡുകൾ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ റോഡ് നിർമ്മാണം ഇതുവരെയും പൂർത്തിയായിട്ടില്ല. തുടങ്ങി വെച്ചിട്ട് പോലും ഇല്ല. അപ്പം നമ്മൾ കോൺട്രാക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ പറയണത് കാശില്ല, ഗവൺമെൻറ്റിൻ്റെ കാശില്ല, നമുക്കത് കിട്ടണില്ല. എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമുക്കത് അടിച്ച് തുടങ്ങാം. മെറ്റീരിയൽ എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് നമുക്കൊന്നുമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണ്. പുതിയ കോൺക്രീറ്റ് റോഡുകൾ വരണില്ല. ഒരുപാട് കുഞ്ഞു കുഞ്ഞു വഴികളുണ്ട്. നമുക്ക് ആളുകൾക്ക് പോവാനും വരാനും ഒന്നും സൗകര്യമില്ലാത്ത വഴികളാണ്. നമുക്കതുപോലെ മഴക്കാലമായി കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും അവിടെ വണ്ടി ഉപയോഗിച്ച് പോകാൻ സാധിക്കില്ല. അപ്പം നമ്മൾ നമ്മുടെ ഒരു ഇതിന്ന് അവർക്ക് അല്ലെങ്കിൽ അവരിൽ നിന്ന് പിരിച്ചിട്ടൊക്കെ ആയിട്ടാണ് നമ്മൾ പൊക്കിളിയും വെച്ചടക്കം നിരത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അവർക്ക് പഞ്ചായത്തോ അതിന് മുന്നായിട്ട് നമ്മുടെ അടുത്തേക്ക് വരണില്ല. അപ്പം നമ്മൾ തന്നെ അതിന് മുന്നിട്ടിറങ്ങിയിട്ട് നിരത്തി കൊടുത്ത് അവിടെ നടക്കേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ കുടിവെള്ളം ബോർവെൽ അടിക്കുന്നു. ഇപ്പോൾ ആകെ 2 കുടിവെള്ളം കിട്ടിയതിൽ ബോർവെൽ അടിക്കുന്നു, മോട്ടോർ ടാങ്ക് വെക്കുന്നു, അതുപോലെ ടാങ്ക് വെക്കുന്നു, മോട്ടോർ വെക്കുന്നു. അതിനുശേഷം ഗുണഭോക്തൃ സമിതി രൂപീകരിച്ചിട്ടാണ് കുടിവെള്ളം കൊടുക്കുന്നത്. അതിൽ തെറ്റില്ല. കാരണം ജനങ്ങൾക്ക് വേണമെങ്കിൽ കാശ് കൊടുത്ത് വെള്ളം വാങ്ങുക എന്നുള്ളതൊക്കെ തന്നെയാണ്, കുഴപ്പമില്ല. നമ്മൾ ജീവിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് കുറച്ച് പൈസ വെള്ളത്തിന് നമ്മൾ കൊടുക്കണോണ്ട് വിരോധമില്ല. ഈ ഗുണഭോക്തൃ സമിതി വിളിക്കുമ്പോൾ 10-20 പേരടങ്ങുന്ന കുടുംബങ്ങളാണ് ഉള്ളത് എങ്കിൽ ആ കുടുംബങ്ങളിൽ കറണ്ട് ബില്ല് അവരാണ് അടയ്ക്കേണ്ടത്. ഒരു മോട്ടർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അവരതിൻ്റെ പൈസ എടുക്കണം. 20,000, 10,000, 15,000 ബില്ല് വരുന്ന സമയത്ത് ഈ 20 കുടുംബങ്ങൾ വേണം അവർക്ക് അതിൻ്റെ പൈസ പിരിച്ച് അവരെടുക്കണമെങ്കിൽ. മാസം പിരിക്കുന്നത് വേറെ തുക. കറണ്ട് ബില്ല് കൂടിയല്ല അങ്ങനെ. അപ്പോൾ നമ്മൾ പഞ്ചായത്തിനോട് നമ്മൾ പറയുകയാണ്, ഈ വേലൂർ പഞ്ചായത്തിന് മൊത്തം എടുക്കുമ്പോൾ നമ്മൾ അവരോടൊരു കംപ്ലയിൻറ്റ് പഞ്ചായത്തിൽ പറയുകയാണ്, മോട്ടോർ കംപ്ലൈൻ്റായി നമുക്ക് ഇത്ര രൂപ അനുവദിക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നാലെ നടന്ന സാഹചര്യങ്ങളിലുള്ള മെമ്പർമാരെ എനിക്കറിയാം.
എൻ്റെ ഇപ്പോൾ ഓൺ ഗോയിങ് അത് നടന്നുകൊണ്ടിരിക്കുന്നു. മോട്ടർ കംപ്ലൈൻ്റ് ആയാൽ പോലും ജനങ്ങൾ വെള്ളം കിട്ടാണ്ട് അവർ പ്രൈവറ്റായിട്ട് അടിച്ചാൽ പോലും അത് റെഡിയാക്കി കൊടുക്കുക എന്ന് പറയുന്നത് മാസങ്ങൾ കഴിഞ്ഞിട്ടാവാം. അപ്പോൾ ഇപ്പോഴും ടാങ്കർ ലോറിയിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വെള്ളം ലഭ്യമല്ലാത്ത സമയത്ത്. ഞാനൊരു BJP വാർഡ് മെമ്പറാണ്. എനിക്ക് ഒരൊറ്റ സീറ്റേ ഉള്ളൂ BJPക്ക്. ആ സ്ഥിതിക്ക് അവർക്ക് ഈ പറഞ്ഞ പോലെ ഇയർലി നമുക്ക് കിട്ടണ ഫണ്ട് എന്ന് പറയണത് മറ്റ് പാർട്ടിക്കാരേക്കാൾ മറ്റ് മെമ്പർമാരെക്കാളും ഏറ്റവും കുറഞ്ഞ തുകയാണ്. 10 ലക്ഷത്തിനും താഴെ മാത്രമാണ് നമുക്കൊരു വർഷം നമുക്ക് ലഭിക്കുന്ന തുക. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവാണ്. ജനങ്ങളെ ഇങ്ങനൊരു പാർട്ടിയിൽ നിന്ന് മെമ്പർ വന്നു എന്നുള്ളത് കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളെ എന്താ പറയുക രൂക്ഷമായി താഴ്ത്തി കെട്ടാണ്. ജനങ്ങളോടുള്ള അവഹേളനമാണ് ഈ വേലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പം ഈ ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ജലമായാലും സ്ട്രീറ്റ് ലൈറ്റ് ആയാലും വൈദ്യുതി ആയാലും യാതൊരു തരത്തിലുള്ള മുന്നോക്കവും ഇല്ലാത്തൊരു പഞ്ചായത്ത് എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. ഇനി അടുത്തത് ഈ കുടിവെള്ളത്തിൻ്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞു ഈ ജൽജീവൻ മിഷൻ്റെ പ്രവർത്തനം നടന്നു തുടങ്ങിയിട്ട് 1 കൊല്ലത്തോളമായി. നമുക്കറിയാം ഈ റോഡുകളിലെല്ലാം പോയി കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്ത് കുഴിച്ചിട്ടിരിക്കുക എന്നല്ലാതെ വേറെ യാതൊന്നും ചെയ്തിട്ടില്ല. കുഴി അങ്ങനെ തന്നെ കിടക്കുക എന്നല്ലാതെ അതൊന്നും മെയിൻറ്റെയിൻസ് വർക്ക് അവർക്ക് അതിലുള്ളതാണ്. പക്ഷെ അത് ചെയ്തു പോവാനോ അതിനൊരു താല്പര്യം എടുക്കാനോ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവണില്ല. അടുത്തത് നികുതി. ഈ നികുതിയിൽ കെട്ടിട നികുതി, ടാക്സ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വളരെയധികം വർദ്ധിച്ചു. ജനങ്ങൾക്ക് ഒരു കാരണവശാലും നമുക്കൊരു ഇയർ എൻഡ് ആയി കഴിഞ്ഞാൽ അടുത്തത് തുടങ്ങുന്നതിന് അയ്യോ ഇത്രയും തുക നമ്മൾ അടയ്ക്കണ്ടേ എന്നാലോചിച്ചിട്ട് വേണം ഓരോ സമയത്ത് മെമ്പർമാരുടെ കയ്യിൽ കൊടുത്തു വിടുമ്പോൾ ജനങ്ങൾ പറയുന്നത് അവർക്ക് എല്ലാ സാധനങ്ങളിലും ഇപ്പോൾ വൻ വില വർധനവാണ്. ഇപ്പോൾ ബേസിക് തന്നെ പറയുകയാണെങ്കിൽ പച്ചക്കറി, ഇനി സാധനങ്ങൾ എല്ലാറ്റിനും വില കൂടുതലാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ചെന്ന് പിരിക്കുമ്പോൾ തന്നെ നമ്മളോട് അത് പറയുമ്പോൾ തന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. ഒരു വീട് സാധാരണ മനുഷ്യനൊരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ അതിന് പെർമിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു വൻ തുകയാണ് ഇപ്പോൾ ഇവർ മേടിക്കുന്നത്. അതുപോലെ റേഷൻ കാർഡ് പുതിയ ഇനിയിപ്പോൾ തീരെ ഇല്ലാത്ത ഒരു എത്രയോ സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ ഒരു ഒറ്റ മുറി വീടുള്ള ആളുകളായാലും അവർ പുതിയ റേഷൻ കാർഡ് എടുക്കുകയാണെങ്കിൽ അത് APL ആയിട്ടാണ് വരുന്നത്. ഈ APL കാർഡുകൾ പിന്നീട് നമ്മൾ അപേക്ഷ വെച്ചിട്ട് അത് BPLലേക്ക് മാറ്റണം. അപ്പോൾ ചിലപ്പോൾ അവർക്ക് വരുമാനം ഉണ്ടാവില്ല, ഒരൊറ്റ ആൾ പണിക്ക് പോയിട്ട് വരണവരുണ്ടാവാം, അമ്മയും 3 കുട്ടികളായിട്ടൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവർക്ക് ഒരു APL കാർഡുകളാണെന്നുണ്ടെങ്കിൽ അത് BPL ആക്കി മാറ്റണമെന്നെങ്കിൽ ഇപ്പോഴും എൻ്റെ വാർഡിൽ ഒരു 4 വർഷം 3 വർഷം മുന്നേ വെച്ച APL കാർഡുകൾ BPL ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെയാണ് വില്ലേജ് ഓഫീസ്. ഈ വേലൂര് ആകെ ഒരു വില്ലേജ് ഓഫീസാണുള്ളത്. ഇത്രയും 10-17 വാർഡുകളുണ്ട് ഇവിടെ. അപ്പോൾ വളരെ അകലേന്ന് വരുന്ന ആളുകൾക്ക് ഈ ഒരൊറ്റ വില്ലേജ് ഓഫീസ് തന്നെ ശരണം. ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് വന്ന് അവിടെ നിന്ന് സ്റ്റാഫുകൾ കുറവാണ്, അവിടെ നിന്ന് നോക്കണം. അരമണിക്കൂർ 1 മണിക്കൂർ 3 മണിക്കൂറൊക്കെ അവിടെ നിന്ന് എന്നാലും നടക്കില്ല. പുതിയ റീസർവേ കഴിഞ്ഞതിന് ശേഷം എനിക്കത് ബുദ്ധിമുട്ടല്ല, ആളുകൾ നമ്മളോട് വന്ന് പറയണ കാര്യങ്ങളാണ്. അപ്പോൾ റീസർവേ കഴിഞ്ഞതിന് ശേഷം ആളുകൾക്ക് പുതിയ സർവേ നമ്പർ കിട്ടി. ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. വേറെ പേരുകൾ കയറി വരുന്നു, കുറച്ച് അതിന്ന് സ്ഥലം മാറിപ്പോകുന്നു. ആളുകൾക്ക് താലൂക്കിലേക്ക് ഓടണം, അപേക്ഷ വെക്കണം, വരണം. 1 കൊല്ലത്തോളം നടന്നിട്ട് ഇപ്പോഴും ലഭിക്കാത്ത ആളുകളുണ്ട്. ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് വേലൂർ പഞ്ചായത്ത് മുഴുവൻ എടുത്തു നോക്കുകയാണെങ്കിൽ താലൂക്കിലേക്ക് പോകുന്നു, അവിടെ ഒരു ഫീസ് അടയ്ക്കുന്നു, തിരിച്ചു വരുന്നു, റീസർവേ ഫീസ് എക്സ്ട്രാ മേടിക്കുന്നു എന്ന് തുടങ്ങി സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഉള്ളൊരു ഇതായിക്കൊണ്ടിരിക്കുകയാണ് ഈ വേലൂർ പഞ്ചായത്ത്. ഇനി മെഡിക്കൽ ഫീൽഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പോയാലറിയാം, പാരസെറ്റമോള് അല്ലെങ്കിൽ വേറൊരു എന്തെങ്കിലും ഒരു ചുമയുടെ എന്തെങ്കിലും മരുന്ന് ഈ വക സാധനങ്ങൾ അല്ലാതെ, ഇപ്പോൾ ഷുഗറിൻ്റെ മരുന്ന്, പ്രഷറിൻ്റെ മരുന്നുണ്ട്, ഇതല്ലാതെ അതിലെഴുതുന്ന യാതൊരു മരുന്നുകളും അവിടുന്ന് ലഭിക്കുന്നില്ല. ഇപ്പോൾ ആര് പോയാലും പുറമേക്കുള്ള സേവനം നമുക്കറിയാം. ഡോക്ടേഴ്സിനെ പോയി കാണുകയാണെങ്കിൽ 300-500 രൂപ കൊടുക്കണ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവരെല്ലാവരും വരുന്നുണ്ടാവും. കാരണം ആ 500-300 കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ മെഡിസിൻസിൻ്റെ ലഭ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എൻ്റെ വാർഡിലാണ് ഹരിതകർമ്മസേനയുടെ ഇവിടെ വ്യവസായ കേന്ദ്രത്തിലാണ് അവരുടെ മൊത്തം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു സ്ഥലം. കഴുത്തിന് കുത്തിപ്പിടിച്ച് വാങ്ങാന്ന് തന്നെ പറയാം. 50 രൂപ വെച്ചിട്ട് ഓരോ വീട്ടിൽ നിന്നും എടുക്കുന്നുണ്ട്.
തീരെ ഇല്ലാത്ത വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുകൾ അധികം വാങ്ങുന്നില്ല എന്നുള്ള വീട്ടിൽ നിന്ന് അടക്കം ഇവർക്ക് ആ കാശ് വേണം എന്ന് പറഞ്ഞ് തന്നെ അവർ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒരൊറ്റ ആൾ താമസിക്കുന്നതായാലും വേണം. പഞ്ചായത്തിലേക്കായിട്ട് എന്തെങ്കിലും പേപ്പർ വർക്കിന് ഇവർ വന്നു തന്നെ ഇരിക്കുക, ഇവർക്ക് ഇതിൻ്റെ ഹരിതകർമ്മസേനയുടെ പേപ്പർ വെക്കണം. ഈ സാധനം അത് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പെൻഡിങ് ആണ്. അപ്പോൾ മുഴുവൻ തുക, ഇത്ര മാസത്തെ മുഴുവൻ തുക അടച്ചതിന് ശേഷം മാത്രമേ ഒരു പേപ്പർ കിട്ടണമെങ്കിൽ അവർക്കത് സാധ്യമാവുന്നുള്ളൂ. അപ്പോൾ കാശില്ലാത്ത ആളുകളാണെങ്കിൽ വീണ്ടും ഈ പരാതി ഇങ്ങനെ എഴുതുകയാണ്, എനിക്ക് അനുവദിച്ച് തരണം, അപ്പോൾ കുറച്ച് അടയ്ക്കണം. വീണ്ടും ഒരു പേപ്പർ വർക്കിന് നമുക്ക് വരികയാണെങ്കിൽ ലഭിക്കാത്ത ആളുകളെ ഇത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഈ പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ പ്രതിപക്ഷങ്ങൾക്കും പറയാനുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ. എന്തായാലും നമുക്ക് തീർച്ചയായും ഇതിനകത്ത് ഒരു മറുപടി തീർച്ചയായും ഉണ്ടാകേണ്ടതാണ്. കാരണം ഇപ്പോൾ ഒട്ടനവധി വിഷയങ്ങൾ പറഞ്ഞു. കാരണം പ്രസിഡന്റ് ഇപ്പോൾ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി, കാരണം അടിസ്ഥാന വികസന സൗകര്യ വികസനത്തിൽ തന്നെ കുറ്റപ്പെടുത്തലുകളുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തുല്യത ഉറപ്പുവരുത്തേണ്ട പഞ്ചായത്ത് തന്നെ വിവേചനം കാണിക്കുന്നു എന്നുള്ളതാണ് അവർ എടുത്തു പറയുന്നത്. വികസനത്തിൽ വിവേചനമുണ്ടോ ശരിക്കും പഞ്ചായത്തിൽ? വിവേചനം എന്നുള്ള ആലങ്കാരിക പദമായിട്ട് ഉപയോഗിച്ച് പോകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം പ്രധാനപ്പെട്ട വീഥികൾ, ഇപ്പോൾ നേരത്തെ റോഡിൻ്റെ കാര്യം പറഞ്ഞു, വേലൂർ ചുങ്കം കിലാലൂർ റോഡ് 1 കോടി രൂപ വെച്ചുകൊണ്ട് പാലങ്ങളുടെ എക്സ്റ്റൻഷനും ഡ്രെയിനും കഴിഞ്ഞു. ഇപ്പോൾ 3 കോടി രൂപ BMBC റോഡാണ് ചെയ്യുന്നത്, ടാറിംഗ് അല്ല, BMBC റോഡാണ്. അതിൻ്റെ ഒരു 3/4% BM പൂർത്തീകരിച്ചു. മറ്റുള്ളത് ഇപ്പോൾ അടുത്ത ഫെബ്രുവരിയോടുകൂടി പൂർത്തീകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിലെ ഞാൻ പറയുന്നത് ആക്ഷേപങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മൾ 3 കോടി രൂപ വെച്ചിട്ട് MLA ഫണ്ട് വെച്ചിട്ട് അത് 3/4 പൂർത്തീകരിക്കുന്നില്ല എന്നല്ല. 1 കോടി രൂപയുടെ 4 പാലങ്ങൾ എക്സ്റ്റൻഷൻ കഴിഞ്ഞു, ഡ്രെയിൻ കഴിഞ്ഞു. ഇപ്പോൾ BMന്റെ 3/4 പൂർത്തീകരിച്ചു. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷമുള്ളത് മറ്റു പഞ്ചായത്തുകളാണ്. അവിടേക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ 43 ലക്ഷം രൂപ വെച്ച് ടെൻഡർ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. പണി തുടങ്ങാൻ പോകണം. മഴക്കാലം വന്നതോടുകൂടി പ്ലാന്റ് ഇറങ്ങാത്തതിൻ്റെ ഒരു വിഷയമാണ് ഉള്ളത്. മറ്റൊന്നും ഇവിടെ ഹരിതകർമ്മസേനയുടെ ഒരു കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ഹരിതകർമ്മസേനയിൽ 2 ടണ്ണ് മാലിന്യമാണ് ഇവിടെ വന്നിരുന്നത്. ഇപ്പോൾ ഏകദേശം 15 ടണ്ണ് മാലിന്യമാണ്. അതായത് 100% എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുക. നമുക്കറിയാലോ, ഈ പ്ലാസ്റ്റിക് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൽ, മണ്ണിൽ ഒക്കെ പോയി മലിനമാകുന്ന അവസ്ഥയിൽ നിന്നും ഓരോരുത്തരുടെ വീട്ടിലും മാലിന്യം ഇല്ലാതെ അതിനൊക്കെ കളക്ട് ചെയ്ത് ഗവൺമെൻറ് സംവിധാനത്തിലൂടെ ക്ലീൻ കേരള കമ്പനിക്ക് നൽകുകയും നമ്മൾ അതുമാത്രമല്ല അതിൻ്റെ പരിമിതിയും കൂടി എടുത്തുകൊണ്ട് വേറൊരു എക്കോഗ്രീൻ എന്ന ഒരു കമ്പനിയും കൂടി ഗവൺമെൻറ് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയും കൂടി എടുത്തിട്ടാണ് ഇപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നത്. അവിടെ നമുക്ക് ബെയിലി മെഷീൻ വന്നിട്ടുണ്ട്, അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ കൂടുതൽ വരുന്നതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി എന്നുള്ളതും ജനങ്ങളത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ കൂടിയിട്ടുള്ളത്. 20% എന്നുള്ളതിൽ നിന്ന് ഇപ്പോൾ 80% ആളുകൾ നമുക്ക് വന്നു കഴിഞ്ഞു. അത്രയും മാലിന്യം വരുന്നതിനുള്ള തരത്തിലുള്ള അവിടെ പദ്ധതികൾ ആവിഷ്കരിച്ചു. ബിൽഡിംഗ് പ്രധാനമായിട്ടും ഈ മാലിന്യസേനത്തില് ഹരിതകർമ്മസേനയിൽ പറയുന്ന പ്രതിപക്ഷം അത് പറയുന്നത് ഫണ്ടിന്റെ കാര്യമാണ്. നമുക്ക് ഒരു ഗവൺമെന്റ് ഓർഡർ അനുസരിച്ചാണ് നമുക്ക് ദേശീയ സംസ്ഥാന ഗവൺമെന്റുകളൊക്കെ തന്നെ മാലിന്യ നിർമ്മാണത്തിന് വലിയ ഇത് കൊടുക്കുന്നു. നമുക്കറിയാം ബ്രഹ്മപുരം പോലുള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിനെ പരിഗണിച്ചുകൊണ്ട് ഈ ഗ്രാമത്തിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് ആദ്യം 2 ടണ്ണായിരുന്നു, ഇപ്പോൾ 15 ടണ്ണിലേക്ക് മാറി. ആദ്യം 20% ഇപ്പോൾ 80% ആളുകൾ ഇതിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ബോധവൽക്കരണ പരിപാടികൾ, വിവിധ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതൊന്ന് നമ്മൾ ഇളവ് നൽകുന്നുണ്ട്. അത് AY കാർഡുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്, അതിദരിദ്രർക്ക് നമ്മൾക്ക് കൊടുക്കുന്നുണ്ട്, ആശ്രയക്കാർക്ക്, ഇതൊക്കെ പഞ്ചായത്ത് ഫണ്ട് വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ, നമ്മുടെ സ്കൂളുകൾ, അതൊക്കെ നമ്മൾ പഞ്ചായത്ത് ഫണ്ട് വെച്ചുകൊണ്ട് ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ കൊടുക്കുന്നു ചെയ്യുന്നു. ഗവൺമെൻറ് സംവിധാനമാണ് ഈ പറയുന്നത്. ഇപ്പോൾ 50 കൂടുതലല്ല, നമ്മൾ 50 രൂപയാണ് ഓരോ വീടുകളിൽ നിന്നും മേടിക്കുന്നത്. നേരത്തെ പറഞ്ഞു റേഷൻ കാർഡിൻ്റെ വിഷയം, നമ്മൾ അപേക്ഷ കൊടുക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് BPL ആക്കാൻ വേണ്ടിയിട്ടുള്ള സാക്ഷ്യപത്രം കൊടുക്കലും അതിനുള്ള ലിസ്റ്റ് ചെയ്യണം. ഗവൺമെൻറ് BPL ആക്കാൻ വേണ്ടിയിട്ട് 2-3 തവണ വർഷത്തിൽ ഇത്തരം ലിസ്റ്റ് മേടിക്കുകയും അപേക്ഷ മേടിക്കുകയും അതിൻ്റെ ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സമയബന്ധിതമായി ആളുകളെ അതിലേക്ക് കൊണ്ടുവരാനും അവർക്ക് എത്തിക്കാനും ആ സമയത്ത് തന്നെ അപേക്ഷ നൽകുക എന്നുള്ളതാണ്. അതുവഴി ആ സിസ്റ്റം അനുസരിച്ച് തന്നെ നമുക്ക് നൽകാൻ കഴിയുന്നുണ്ട്. കിടായിപ്പാടത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ വർഷങ്ങൾക്ക് മുന്നേ കിടായിപ്പാടത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പദ്ധതി വയ്ക്കുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യണില്ലേ, ഇപ്പോൾ ചെയ്തിരിക്കുന്നു. ബഹുമാനപ്പെട്ട MLAയുടെ 3 കോടി രൂപ വെച്ചിട്ട് പണി തുടർന്നിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പോയി അവിടെ കാണാവുന്നതാണ്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ശ്മശാനത്തിൻ്റെ കാര്യം, ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞു 95 2005 തുടങ്ങിയതാണ്. തുടങ്ങിയെന്ന് പറയാർക്ക് സഹിക്കും, പൂർത്തീകരിക്കാൻ, അതിന് ഫണ്ട് വയ്ക്കാൻ, അതിൻ്റെ ഒപ്പം നിൽക്കാൻ, ഫോളോ അപ്പ് ചെയ്യാൻ, അതിനാണ് നമുക്ക് മറ്റൊന്ന് ബഹുമാനപ്പെട്ട ഇപ്പോൾ ഗവൺമെന്റ് 1000 കോടി രൂപ തദ്ദേശ റോഡ് പുനരുദ്ധാരണത്തിന് വെച്ചിട്ടുണ്ട്. അതിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ
ഇപ്പോൾ ബഹുമാനപ്പെട്ട മുരളി പദ്ധതികൾ തുടങ്ങി വെക്കുമ്പോൾ ഇപ്പൊ പ്രതിപക്ഷം പറഞ്ഞ പോലെ തന്നെ ഈ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്ക് വരുമ്പോൾ പാത വലിയൊരു ഘടകമല്ലേ. അപ്പോൾ പാതയില്ലാതെ നോക്കൂ, നമുക്ക് PWD റോഡ് എല്ലാം BMPC നിലവാരത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ജില്ലാ പഞ്ചായത്ത് റോഡാണ് ഈ നേരത്തെ പറഞ്ഞത്. അവിടേക്ക് ബഹുമാനപ്പെട്ട MLA ഫണ്ട് വെച്ചുകൊണ്ടാണ് BMPC നിലവാരത്തിലേക്ക് വരുന്നത്. പ്രാദേശിക റോഡ് വികസനം CMLRP വെച്ചിട്ട് ഏകദേശം 20ഓളം റോഡ് നമ്മൾ പ്രാദേശിക വികസനം സാധ്യമാക്കിയിട്ടുണ്ട്. ഈ വികസനത്തിൽ ഇപ്പോഴത്തെ ടെൻഡർ കഴിഞ്ഞ റോഡുകൾ നമ്മുടെ വാർഡിൽ ഇപ്പോഴും ചെയ്യാറുണ്ട്. പണി തുടങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഏത് ഫണ്ട് നൽകാം. കഴിഞ്ഞ 5 വർഷം ഓരോ വർഷം ഓരോ റോഡെങ്കിലും ഞങ്ങൾ ചെയ്തിരുന്നപ്പോ ഈ വർഷം ഈ 4 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഒരു റോഡ് പോലും തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് ശരിക്കും പ്രസിഡന്റ്, നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ നമുക്കറിയാം സംസ്ഥാനം വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് വന്നു. വികസന പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതിനൊപ്പം തന്നെ ഇത് പൂർത്തീകരിക്കുന്നതിന് താമസം വരുന്ന സാമ്പത്തിക ഘടകമുണ്ടോ? അതായത് സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ വന്നു, മറ്റുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ വന്നു, അതിൻ്റെതായ കാലതാമസം വരുന്നുണ്ട്. നമ്മൾ നമ്മുടെ പ്ലാൻ ഫണ്ടും മറ്റും വരുന്ന മുറയ്ക്ക് തന്നെ ഈ പദ്ധതികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പദ്ധതികൾ നമ്മൾ ചെയ്യാനും ആസൂത്രണം ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഗുണഭോക്തൃ സമിതികൾ കൈമാറിക്കഴിഞ്ഞാൽ അത് കൊണ്ടുനടക്കാൻ തുടർന്ന് മുന്നോട്ട് പോകാൻ അവരുടെയും കൂടി സഹായം ആവശ്യമാണ്. അവരത് നിസ്സംഗത പാലിക്കുമ്പോഴാണ് പല പദ്ധതികളും നിന്നു പോകുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ പഞ്ചായത്തായാലും വാർഡ് മെമ്പർമാരായാലും കൂട്ടായ രീതി ജനങ്ങളെ ഇതാക്കിക്കൊണ്ട് ഗുണഭോക്തൃ സമിതികളെ മുന്നോട്ട് കൊണ്ടുപോകണം. പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഗുണഭോക്തൃ സമിതികൾക്ക് നൽകുകയും അത് ഗാർഹിക കണക്ഷന് നൽകണം. പണ്ട് പൊതു ടാപ്പുകളായിരുന്നു. പൊതു ടാപ്പുകളാകുമ്പോൾ നമ്മൾ പഞ്ചായത്താണ് കൈകാര്യം ചെയ്യുക. ഇപ്പോൾ ഗാർഹിക പദ്ധതികളായി. അപ്പോൾ അവരിൽ നിന്ന് ഗുണഭോക്തൃ വിഹിതം മേടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. നോക്കൂ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജൽജീവൻ മിഷൻ എങ്ങനെയാണ് 40% സംഖ്യയാണ് കേന്ദ്ര ഗവൺമെൻറ്, ബാക്കിയുള്ളത് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗുണഭോക്തൃ വിഹിതം കൂടി വെച്ചുകൊണ്ടാണ് ആ പദ്ധതി പൂർത്തീകരിക്കുന്നത്. ആ രാജ്യം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതിന് മാറി നിൽക്കാൻ കഴിയില്ല. പൊതു സംവിധാനങ്ങളെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മളതിന് പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളം അടിച്ചിരുന്നപ്പോൾ 5 ലക്ഷം 6 ലക്ഷത്തിലേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. നമ്മളൊരു പദ്ധതി വരുമ്പോൾ ഏത് ഗവൺമെൻറ്റിൻ്റെ ആയാലും കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും മറ്റേത് ഭാഗത്തിൻ്റെ ആയാലും നമ്മൾ സ്വീകരിക്കുകയാണ്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. സ്വീകരിക്കാൻ നമ്മൾ ചെയ്യുന്നു, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ MP-യുടെ ലൈറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതൊരു പഞ്ചായത്ത് പ്രസിഡന്റ് നുണ മാത്രം പറയാനായിട്ട് ഇരിക്കരുത്. അത് ആക്ഷേപമാണ്. നമുക്ക് തിരിച്ചത് പറയാം. നമുക്ക് തിരിച്ചു പറയാം. വളരെ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളോ സംസാരമോ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പ്രതിപക്ഷത്തിന്റെ ഇപ്പൊ പറഞ്ഞ 5 ലക്ഷം 6 ലക്ഷം രൂപയാണ് ചുരുക്കുന്നത്. 15 ലക്ഷം 16 ലക്ഷം 20 ലക്ഷം രൂപയ്ക്ക് ടാങ്കറിലോട് വെള്ളം അടിക്കുന്നത്. എന്നിട്ട് പറയാം 5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാനും കൊണ്ടുപോകാനുള്ള പ്രാപ്തിയും കൈവശം കൂടി തീർച്ചയായും തീർച്ചയായും പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മളുടെ ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടി ആദ്യം അദ്ദേഹം പറയുന്നു. നമുക്ക് തീർച്ചയായിട്ടും പിന്നീട് അവസരം ഉണ്ടാവും. തീർച്ചയായും പിന്നീട് നമ്മുടെ രേഷ്മ ഉന്നയിച്ച ഒരു പ്രധാന കാരണം ഇരുട്ടിലേക്ക് നയിക്കുന്നു എന്നാണ്. അത് ആക്ഷേപങ്ങളാണ്. നമുക്ക് ഈ വർഷത്തിൽ ഇപ്പോൾ നമ്മൾ എല്ലാ വർഷത്തിലും 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം രൂപ സ്ട്രീറ്റ് മൈൻ വലിക്കാൻ, സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷം സമ്പൂർണ്ണം എന്നുള്ള രീതിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. 20 ലക്ഷം രൂപയാണ് അതിനെ മാറ്റി വെച്ചിട്ട് സമ്പൂർണ്ണമാക്കാൻ ഇരിക്കുന്നത്. ഇപ്പോൾ ഇവർ പറയുന്ന പ്രതിപക്ഷ വാർഡ് 10ാം വാർഡ് സമ്പൂർണ്ണമായിട്ട് സ്ട്രീറ്റ് ലൈറ്റുള്ള ഒരു വാർഡാണ്. സംരംഭങ്ങളുടെ കാര്യം പറഞ്ഞു. നമ്മൾ JSSൻ്റെ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോഴ്സ് നടത്തുന്ന പഞ്ചായത്ത് JSSൻ്റെ വേലൂരാണ്. വിവിധ സംരംഭങ്ങൾക്ക്, വനിതകൾക്ക്, യുവാക്കൾക്കൊക്കെ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യവസായ എസ്റ്റേറ്റ്, സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റ് തയ്യൂർ വരാൻ പോവുകയാണ്. അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം നമ്മൾ സാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഊർജ്ജ സംരക്ഷണത്തിന് വേണ്ടി 33 kV സബ്സ്റ്റേഷൻ കിലാലൂർ പ്രദേശത്ത് സ്ഥലമെടുപ്പ് കഴിഞ്ഞു. ഇതൊക്കെ വ്യവസായത്തിനും മറ്റുള്ള ഗാർഹിക ഉപയോഗങ്ങളും വരുത്താൻ വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സോളാർ പാനൽ നമ്മൾ കാർഷിക കണക്ഷനുള്ള ആളുകൾക്കൊക്കെ തന്നെ സൗജന്യമായി അനർട്ട് വഴി ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതികൾ ഗവൺമെൻറ് ആവിഷ്കരിച്ചിരിക്കുന്നു. അത് ഏറ്റെടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ സാധ്യമായ രീതിയിൽ ചെയ്യുന്നു. പ്രതിപക്ഷം എന്നുള്ള രീതിയിലുള്ള അവരെ കടമ അവർ നിർവഹിക്കുമ്പോൾ തന്നെ നമ്മൾ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും സമഭാവനയോടെ കാണാനും എല്ലാ പ്രദേശത്തേക്കും വികസനം എത്തിക്കാനും ഉള്ള ശ്രമങ്ങളാണ്. മറ്റൊരു പ്രധാന ഇതാണ്, നമുക്കറിയാം ആരോഗ്യ കേരളം ആണല്ലോ നമ്മൾ. തീർച്ചയായും ഇപ്പോൾ നമ്മുടെ സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞ പോലെ തന്നെ അവർ ജനിച്ച ആശുപത്രി അതേ നിലയിൽ നിലനിൽക്കുന്നു എന്നാണ്. ചില സാങ്കേതികമായി കുറച്ച് മുന്നോട്ട് വന്നാൽ പോലും ഒരു കിടത്തി ചികിത്സ അടക്കമില്ല എന്നാണ് ആരോപിക്കുന്നത്. അവർ പറഞ്ഞത് ശരിയാണ്. കാരണം പണ്ട് കിടത്തി ചികിത്സയുള്ള ഒരു ആശുപത്രിയായിരുന്നു. പിന്നീട് എന്താണ്, മെഡിക്കൽ കോളേജ് വന്നു, ജില്ലാ ആശുപത്രി വന്നു, ഇവിടെ ബ്ലോക്കിൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റൽ വന്നു. ഇത്തരം ഏരിയയുടെ ഉള്ളിലാണ് കിടത്തി ചികിത്സ സാധ്യമാക്കുള്ളൂ. നമ്മൾ പലവട്ടം ശ്രമിച്ചതാണ്. അത് ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ഇത്ര ദൂരത്തുള്ള കിടത്തി ചികിത്സ
മെഡിക്കൽ കോളേജിലും സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ ലഭ്യമാവാത്തത്. പണ്ട് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. പണ്ടത്തെ അവസ്ഥയിൽ നിന്ന് മാറി നമുക്ക് ഈ പഞ്ചായത്തിലുള്ള ആളുകൾ മാത്രമല്ല, സമീപ പ്രദേശത്തെ ആളുകൾ കൂടി നമ്മുടെ ആശുപത്രിയിലേക്ക് സമീപിച്ചു വരികയാണ്. ആർക്കും മരുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ ഫണ്ട് എല്ലാ വർഷത്തിലും കൂട്ടി വയ്ക്കുന്നുണ്ട്, ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അത് വേലൂർ പഞ്ചായത്തിൽ മാത്രമല്ല, പുറമേയുള്ള പഞ്ചായത്തിലെ ആളുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചികിത്സ എന്നുള്ളത് നമ്മളൊരു പ്രദേശത്തെ ചുരുക്കി കാണാണ്ട് വിപുലമായി തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു, കൊടുക്കുന്നു. അതാണ് പറഞ്ഞത്. നേരത്തെ 50ഓളം ആളുകളുണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ ഇന്ന് 400ഓളം പേഷ്യൻ്റ് വരികയാണ്. ലാബ് സംവിധാനം എടുക്കുകയാണ്, ECG സംവിധാനം വരികയാണ്. ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യം ഇല്ലായിരുന്നു, ഇപ്പോൾ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഒരു ആംബുലൻസ് സംവിധാനം 108 നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വിപുലമായ സംവിധാനങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ കാണാതെ ഇരുന്നുകൂടാ. കായിക സാംസ്കാരിക രംഗത്ത് വേലൂരിന്റെ ഒരു അടയാളപ്പെടുത്തൽ എന്താ? കലാകായിക രംഗത്ത് ഇപ്പോൾ വേലൂർ ഗ്രൗണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടുള്ളത്. അത് 1 കോടി രൂപ വെച്ചുകൊണ്ടാണ് അത് വികസിപ്പിച്ചുള്ളത്. ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനമുള്ളതാണ്. മറ്റൊന്ന് തയ്യൂർ ഹൈസ്കൂൾ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വെച്ച് അതിൻ്റെ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ നമ്മുടെ വേലൂർ ഹൈസ്കൂളിലെ കുട്ടികൾ മുൻപില്ലാത്ത വിധത്തിൽ ആ ഗ്രൗണ്ടിൻ്റെ ഒക്കെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവിധ സംസ്ഥാന സോഫ്റ്റ് ബോൾ, വോളിബോൾ ഒക്കെ സ്റ്റേറ്റ് തലത്തിൽ മത്സരിക്കുന്ന കുട്ടികൾ വന്നിരിക്കുന്നു. നമുക്ക് നല്ല രീതിയിലുള്ള കുട്ടികളുടെ ഫുട്ബോൾ ടീം നല്ല രീതിയിൽ അവിടെ ഉണ്ട്. ആ രീതിയിലേക്ക് നമ്മൾ ഉയർന്നു വരുന്നുണ്ട്. കേരളോത്സവം പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. പ്രാദേശിക ക്ലബ്ബുകൾ സജീവമാണ്. ആ പ്രാദേശിക ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ ആളുകളും അതിന് നമ്മൾ ഭരണസമിതി എന്നുള്ള രീതിയിലും എല്ലാ മെമ്പർമാരും അവർക്ക് വേണ്ടി പ്രോത്സാഹനം നൽകുന്നുണ്ട്. അപ്പോൾ അത്തരം തരത്തിൽ നമ്മൾ കിറ്റുകൾ കൊടുക്കൽ, അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ വർഷത്തിൽ വേലൂർ പഞ്ചായത്തിൽ വനിതാ ഫുട്ബോൾ ടീമിന് നമ്മൾ പദ്ധതി വെച്ചിട്ടുള്ളതാണ്. വേലൂർ ഹൈസ്കൂളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളത് ഉദ്ദേശിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട്, സിന്തറ്റിക് കോർട്ട് ഉണ്ട് അപ്പുറത്ത്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു സിന്തറ്റിക് കോർട്ടും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുലിയന്നൂർ സ്കൂളിൽ നമുക്ക് ചെയ്യാൻ, അവിടെയാണ് പൊതുസ്ഥലം ഉള്ളത് എന്നുള്ള രീതിയിൽ അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള നമുക്കൊണ്ടിരിക്കുകയാണ്. നവീകരണം കഴിഞ്ഞു. വേലൂർ ഗ്രൗണ്ടിന്റെ നവീകരണം കഴിഞ്ഞത് പ്രസിഡന്റ് വലിയ അവിടെ പുല്ല് വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ആളുകൾക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ മുളയ്ക്കുന്ന പുല്ലല്ലാതെ അവിടെ ഞങ്ങളാരും പുല്ല് വെച്ച് പിടിപ്പിച്ചത് കണ്ടിട്ടില്ല. പുല്ല് വെച്ചു ഞാൻ പറഞ്ഞിട്ടില്ല. അതിന്റെ പദ്ധതിയുടെ കാര്യങ്ങൾ, അതിന്റെ പ്രോജക്റ്റ് നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തു പോയി കഴിഞ്ഞാൽ അതിലെന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ കുളമായിട്ട് അതിൽ കൂടെ പിന്നെ ആർക്കും അവിടെ കളിക്കാനോ നടക്കാനോ പറ്റില്ല. ആ അവസ്ഥയിൽ അത്രയും അഴിമതിയാണ് ആ വേലൂർ ഗ്രൗണ്ടിന്റെ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. കായിക മേഖലയ്ക്ക് ക്ലബ്ബുകാർ വളരെ ആക്റ്റീവാണ്. കാരണം അവർ സ്വന്തം നിലയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് പല രീതിയിലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, പല സ്പോർട്സിലും പങ്കെടുക്കുന്നു, വിജയിച്ച്. വേലൂരത്തെ കുട്ടികളൊക്കെ വളരെ ചുണക്കുട്ടികളാണ്, വളരെ സ്പോർട്സിനെയും കലയും ഒക്കെ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ അവർ സ്വന്തം നിലയ്ക്ക് പോകുന്നുണ്ട്. വേലൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം നടത്തിയതിൻ്റെ ലാസ്റ്റത്തെ കേരളോത്സവം നടത്തിയിട്ട് പിള്ളേരെ ആദരിച്ചതിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇത്രയും പോകുന്ന ഒരു ട്രോഫി കൊടുത്തിട്ട്, കാരണം രാവും പകലും കഷ്ടപ്പെട്ട് 4-5 ദിവസം പണിക്ക് പോകാതെ കഷ്ടപ്പെട്ടു. ഇവിടെ ഫസ്റ്റ് കിട്ടിയ കുട്ടികൾ ഞങ്ങൾ തുടങ്ങണമെന്നല്ല, ഇവിടെ ഫസ്റ്റ് കിട്ടിയ കുട്ടികളോടും ഫുട്ബോളിലും അതുപോലെ തന്നെ ക്രിക്കറ്റിലും അതുപോലെ കിട്ടിയ ആളുകളോടും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയ അവരെ അംഗീകരിക്കാൻ അതിൽ പോലും വിവേചനം കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിക്കാർക്കല്ല കിട്ടിയേക്കണത് എന്ന മനസ്സിൽ ഒരു ധാർഷ്ട്യം, ഒരു എന്താ പറയാ, ഒരു സ്വജനപക്ഷപാതമൊക്കെ കാണിച്ചുകൊണ്ട് ഫുട്ബോളിലൊക്കെ കളിച്ച കുട്ടികൾ രാവും എത്ര കുട്ടികൾ അറിയാലോ നമുക്ക്, അവരൊക്കെ ജോലി കളഞ്ഞിട്ടാണ്, ഒരു ദിവസത്തെ കൂലി അടക്കം കളഞ്ഞ് ഇതിനോടുള്ള സ്പോർട്സിനോടുള്ള കമ്പം കൊണ്ടാണ് അവരൊക്കെ ഇവിടെ രാവും പകലും നിൽക്കുന്നത്. എന്നിട്ട് അവരെ ചേർത്ത് പിടിക്കാൻ, അവരെ ഒന്ന് അനുമോദിക്കുന്നതാണല്ലോ അവർക്ക് കിട്ടുന്ന ഒരു അങ്ങ്, അതിന് പോലും വലിയ പക്ഷപാതം കാണിച്ച രീതിയിലൊക്കെയാണ് ഇവിടെ. പിന്നെ കലയുടെ കാര്യത്തിൽ വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകിച്ചൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. നമ്മളൊക്കെ പറയുന്നുണ്ട് ഇവിടെ പല രീതിയിൽ, കാരണം കലയ്ക്ക് ഒരുപാട് പ്രാധാന്യമുള്ള മാടമ്പ് കുഞ്ഞുകുട്ടൻ അടക്കമുള്ള ആളുകൾ ജനിച്ച സ്ഥലമാണ് വേലൂർ പഞ്ചായത്ത്. അതിനനുസരിച്ചുള്ള ഒരു ഉയർന്ന ചിന്താഗതിയുടെ യാതൊന്നും ചെയ്യാം. ഇവിടെ ശിങ്കാരി മേളത്തിനൊരു ടീമിനെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ പല രീതിയിലും നമുക്ക് കലയെ പ്രോത്സാഹിപ്പിച്ചിട്ട് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ, പക്ഷെ ഇവിടെ പഞ്ചായത്തിലെ ആഘോഷങ്ങൾക്ക് മാത്രം ഒരു കുഴപ്പമില്ല. പഞ്ചായത്തിൽ നിന്ന് എല്ലാ വർഷവും 4-5 പ്രാവശ്യം പഞ്ചായത്തിൻ്റെ ടീമുകൾ ടൂറ് പോകാനും അത് ആഘോഷിക്കാനും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ജനങ്ങളെ സപ്പോർട്ട് ചെയ്തോട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന യാതൊന്നും ഇവിടെ നടക്കുന്നത് ഈ 4 വർഷമായിട്ട് ഞങ്ങളാരും കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ഇപ്പം വീണ്ടും സ്വപ്ന ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം വീണ്ടും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിൻവാതിൽ നിയമനങ്ങളെ സംബന്ധിച്ചുള്ള വലിയൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അത് ശരിയാണോ? നമ്മൾ ഇപ്പോൾ അതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള മറ്റേ ആരോപണങ്ങൾ ഉന്നയിക്കണമെന്ന്, രഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് എംപ്ലോയ്മെൻ്റ് എന്നാണ് സ്വീപ്പറിനെ വെച്ചിട്ടുള്ളത്. നമ്മൾ BRCയിൽ 2 ആയമാരെ വെച്ചിട്ടുണ്ട്. ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാരെയാണ് അവർക്കാണ് കൂടുതൽ ആ കുട്ടികളെ കൈകാര്യം ചെയ്യാറിയാം.
അവിടെ ടീച്ചറെ വെച്ചുള്ളത് ജില്ലാ മിഷൻ അവർ ഇൻ്റർവ്യൂ നടത്തിയ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ്. നമുക്ക് അല്ലാണ്ട് എടുക്കാൻ കഴിയില്ല അവിടെ നിന്ന് എടുത്തുള്ളത്. ആയമാരെ വെച്ച് ഇവിടെ ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ്. ഇൻ്റർവ്യൂ ക്ഷണിച്ച് ആളുകളെ അപേക്ഷിച്ച് അവർ ഇൻ്റർവ്യൂ നടത്തി. ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാരെയാണ് അവിടെ ആയമാരായിട്ട് 2 ആളെ നമ്മൾ വെച്ചിട്ടുള്ളത്. അത്തരം ആളുകളെയാണ് ഈ ഇത്തരത്തിൽ സംസാരിക്കുന്നത്. മറ്റൊന്നുള്ളത് നമുക്ക് ചില കാര്യങ്ങളിൽ പെട്ടെന്നുള്ള താൽക്കാലിക ഏതെങ്കിലും കാര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ മിഷനിൽ നിന്ന് ലിസ്റ്റ് എടുത്ത് കുടുംബശ്രീയുടെ രീതിയിലാണ് നമ്മൾ ആളുകളെ നിയമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ടുള്ള രീതിയിൽ നമുക്ക് നിൽക്കുന്നത് CDS CPM ആയതുകൊണ്ട് കുടുംബശ്രീയുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ വേലൂർ ഗ്രാമപഞ്ചായത്തിലെ മറ്റുള്ള വാർഡുകളൊന്നും വരില്ല. അപ്പൊ നമുക്ക് ഇത്തരം ആളുകളെ നമ്മൾ പഞ്ചായത്തിന്റെ ഉള്ളിൽ ഒരു കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു പയ്യനെ ഇരിക്കുന്നുണ്ട്. നമുക്കൊരു പഞ്ചായത്തിൽ ഡെയിലി വേജസിന് ഒക്കെ വെക്കുമ്പോൾ അല്ലെങ്കിൽ 1 വർഷമൊക്കെയാണ് അല്ലേ, അത് കഴിയുമ്പോൾ ആളെ മാറ്റുകയോ അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ പുതുക്കി കൊടുക്കും. ഇത് സ്ഥിരമായിട്ട് അവർ തന്നെയാണ് ഒരാളാണ്. അത് ഡ്രൈവർ പോസ്റ്റുള്ള ആള് പ്രതിപക്ഷമുള്ള സമയത്ത് അവർ വർഷങ്ങളായിട്ട് ഉള്ള ആളുകളാണ്. CPMന്റെ ജാഥയ്ക്ക് വരുന്ന ആളുകളായിരിക്കണം. കുടുംബശ്രീ അക്കൗണ്ടന്റ് ഹസ്ബൻഡ് കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റാണ് എരുമപ്പെട്ടിയില്. ഞങ്ങളുടെ ആളുകളെ അല്ലാതെ വെക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം എവിടെ നോക്കിയാലും ഒരു 50-60 പേരുണ്ട്. ഞങ്ങളിത് വെറുതെ പറയുന്നതാണെങ്കിൽ ഇവിടെയുള്ള ഏത് പേരും അത് പറയുമ്പോൾ തന്നെ സ്വപ്നം പറയാം, നമ്മൾ ഓരോ ഭരണകാലത്തും അവരവരുടെ ആൾക്കാരുകൾ മറ്റേ താഴെ വരുന്നത് സ്വാഭാവികമാണ്. ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് 15 വരെയുള്ള കാലം എടുത്ത് നോക്കുമ്പോൾ ഈ പഞ്ചായത്തിലെ ഡ്രൈവറായിട്ട് ജഗിനിവാസ് എന്ന് പറയുന്ന അത്തരം കാര്യങ്ങൾ ഓരോ ഭരണസമിതിയുടെ കാലത്തും മാറി മാറി വരുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് പറയാം, നേരത്തെ പറയണോ കുറെ നോക്കൂ, കുറെ സംവിധാനങ്ങൾ വരുന്നതുകൊണ്ടാണ് കൂടുതൽ ആളുകളെ വെക്കേണ്ടി വരുന്നത്. അപ്പൊ തീർച്ചയായും ഇവർ പറയുന്നു 50ഓളം ആളുകളെ വെച്ചു, 50ഓളം ആളുകൾക്ക് ഇവിടെ തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. സ്വജനപക്ഷപാതം എന്തായാലും ജനാധിപത്യ സംവിധാനത്തിന് ഒട്ടും ഭൂഷണമല്ല എന്ന് നമുക്കറിയാം. എന്തായാലും മറ്റൊരു കാര്യത്തിലേക്ക് പെട്ടെന്ന് കിടക്കാം, നമ്മൾ സമയം ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാ സ്ഥാപനങ്ങൾക്കും തദ്ദേശമായി ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നികുതി പിരിവ് അടക്കം നടത്തിക്കൊണ്ട് തദ്ദേശം ഫണ്ടുകൾ സ്വരൂപിക്കുന്നുണ്ട്. അതുവഴി പഞ്ചായത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്നുണ്ട്. വേലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് തദ്ദേശ, അതായത് സ്വയം ഫണ്ട് രൂപീകരിക്കാൻ എന്തൊക്കെയാണ് ഇവിടെ നിലവിലുള്ളത്? ഇപ്പോൾ എന്തെങ്കിലും ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പദ്ധതികളോ സംവിധാനങ്ങളോ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ടാക്സ് എന്ന് തന്നെയാണ് പ്രധാനമുള്ളത്. തൊഴിൽ നികുതി നമ്മുടെ ഒരു വരുമാനമാണ്. മറ്റുള്ള വലിയ വ്യവസായങ്ങളൊന്നും ഇല്ല. ചെറുകിട വ്യവസായങ്ങളുണ്ട്, അതിൽ നിന്നുള്ള തൊഴിൽ നികുതിയും ടാക്സൊക്കെ തന്നെയാണ് നമ്മുടെ തനതായ വരുമാനം. പുതിയ വരുമാനം എന്നുള്ള രീതിയിൽ നമുക്ക് സ്ഥലങ്ങളില്ലാത്തതുകൊണ്ട് പുതിയ കെട്ടിടങ്ങളോ മറ്റോ നിർമ്മിച്ച് നമുക്ക് പോകാൻ കഴിയുന്നില്ല. അത്തരം ഒരു സംവിധാനം നിലവിലുള്ള സംവിധാനങ്ങളെ വെച്ചാണ് ടാക്സ് അനുസരിച്ചാണ് നേരത്തെ പറഞ്ഞ പഞ്ചായത്തിൻ്റെ കെട്ടിടങ്ങൾ, BRC കെട്ടിടങ്ങൾ, അത്തരം കാര്യങ്ങളിലെ കൂടി വികസനത്തിന് വേണ്ടിയുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളും കൂടി നമ്മൾ ഏർപ്പെടുത്തി കൊടുക്കും. വളരെ പെട്ടെന്ന് കാർഷിക മേഖലയിൽ നമുക്കറിയാം വലിയൊരു ഒരു കാർഷിക മേഖല കൂടിയാണ്. പെട്ടെന്ന് പാടങ്ങളടക്കം അല്ലെങ്കിൽ കൃഷികളടക്കം എന്തൊക്കെ പ്രോത്സാഹനങ്ങളാണ് നിലവിൽ നൽകുന്നത്? നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ തരിശുരഹിതമാക്കുക എന്നുള്ള രീതിയിൽ എല്ലായിടത്തും കൃഷി എത്തിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൗജന്യമായിട്ട് വിത്ത് കൊടുക്കുന്നു, അവർക്ക് വേണ്ട കുമ്മായം നൽകുന്നു, തെങ്ങ് കർഷകർക്ക് സബ്സിഡി കൊടുക്കുന്നു, വാഴ കർഷകർക്ക് സബ്സിഡി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ പറ്റാത്ത വെള്ളത്തിൻ്റെ പരിമിതി ഉള്ളിടത്ത് നമ്മൾ മോട്ടോർ പമ്പ് സെറ്റുകൾ 5-6 സ്ഥലത്ത് വിതരണം ചെയ്തുകൊണ്ട് കൂടുതൽ കൃഷി ചെയ്യാനുള്ള വ്യാപനം നടത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഈ കിടായി പദ്ധതികൾ, അതുപോലെ തന്നെ ചിറ കെട്ടൽ, ഇതൊക്കെ ജലസേചനവും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃഷിയെ വിപുലപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി വേണ്ടിയിട്ട് കൂലിച്ചെലവും തൈകൾ കൊടുക്കലും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും തീർച്ചയായും പറഞ്ഞാലും തീരാത്തത്രത്തോളം ഉണ്ടാകും ഓരോ പഞ്ചായത്തിലെയും. കാരണം ജനകീയ വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങളായിട്ടാകാം അത് പഞ്ചായത്ത് പ്രസിഡൻ്റായാലും പ്രതിപക്ഷമായാലും പ്രതിപക്ഷ അംഗങ്ങളായാലും എല്ലാം ജനങ്ങളെ അഭിമുഖീകരിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കും അവിടെ ഉന്നയിക്കപ്പെടുന്നത്. അതിന് സൊല്യൂഷനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇത്തരം വിഷയങ്ങൾ സജീവമായി തന്നെ തുടരുകയാണ്. വേലൂർ പഞ്ചായത്തിൽ പറഞ്ഞാൽ ഇപ്പോഴും തീരുന്നിട്ടില്ല. എന്തായാലും മറ്റൊരു പഞ്ചായത്തിലെ വിശേഷങ്ങളും അവർക്ക് പറയാനുള്ളതുമൊക്കെയായി വീണ്ടും നമുക്ക് കാണാം. നന്ദി.